ഹായ് ഫ്രണ്ട്സ്, എക്സൽ യൂട്ടിലിറ്റി ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ സെൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എക്സൽ യൂട്ടിലിറ്റി നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സെൽ ഫോർമാറ്റിംഗ്. സെൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഈ സെല്ലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോൾഡാക്കുന്നതിന് വേണ്ടി ഹോം ടാബിൽ ഫോണ്ട് സെക്ഷനിൽ ബോൾഡിൽ ക്ലിക്ക് ചെയ്താൽ ബോൾഡാവും. അതുപോലെ ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്താൽ നോർമൽ ഫോണ്ടിലേക്ക് മാറും. ഇറ്റാലിക്സിന് വേണ്ടി ഐ എന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാൻ ഇവിടെ ഈ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യാം. മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഷോർട്ട് കട്ടും കാണുന്നതാണ്. അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് Ctrl+U. കീബോർഡിൽ കൺട്രോളും യു എന്ന അക്ഷരവും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ അണ്ടർലൈൻ ആവുന്നതാണ്. ഒന്നുകൂടി അതുപോലെ പ്രസ് ചെയ്താൽ അണ്ടർലൈൻ ഒഴിവാകുന്നതാണ്. അതുപോലെ ബോൾഡിന് വേണ്ടി Ctrl+V, ഇറ്റാലിക്സിന് വേണ്ടി Ctrl+I. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അടുത്തത് ഇതിൻ്റെ ഫോണ്ട് കളർ മാറ്റുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഏത് കളറും സെലക്ട് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി ഈ കാണുന്ന ടെക്സ്റ്റ് നമുക്ക് പാർട്ടായിട്ടും കളറ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഫോർമാറ്റിംഗ് മാത്രം വേറൊരു കളറിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റുന്നതിന് ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഫോണ്ട് എടുത്ത് മാറ്റാം. ഇനി ഈ കോളത്തിലേക്ക് നമുക്ക് കളറ് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടി ഹോം ടാബിൽ കാണുന്ന ഈ ഫിൽ കളർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള കളറ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കളറ് നമുക്ക് ഒഴിവാക്കാൻ വീണ്ടും ഇതുപോലെ ഫിൽ കളർ ഐക്കണിൽ കൊടുത്ത് നോ കളർ സെലക്ട് ചെയ്താൽ മതി. അതുപോലെ സെല്ലിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെൽ വിഡ്ത്ത് മാറ്റാവുന്നതാണ്. അത് ഒരു രീതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കോളം വിഡ്ത്ത് എന്നെടുത്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റാം. അതുപോലെ റോ വിഡ്ത്തും നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തും അതല്ലാതെ റൈറ്റ് ക്ലിക്ക് ചെയ്തും റോ ഹൈറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. ഒരേ വിഡ്ത്തിലുള്ള ഒരു നിശ്ചിത കോളം വേണമെങ്കിൽ അത്രയും കോളങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് കോളം എടുത്ത് ആ നിശ്ചിത സൈസിലേക്ക് കൊണ്ടുവരാം. അതുപോലെ റോയുടെ ഹൈറ്റും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള റോ ഒരുമിച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് മാറ്റാവുന്നതാണ്. ഇനി വേറൊന്ന് ഇവിടെ കാണാം, മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ A1ഉം B1 ഇവിടെ മെർജ് ചെയ്യാൻ പോവുകയാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഇത് മെർജ് ചെയ്തു. അതുപോലെ ഈ ടെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വന്നു. ഇത് കറക്റ്റ് സെൻറ്ററിലാണ്. ഇവിടെ ടെക്സ്റ്റ് അലൈൻമെൻറ്റിൻ്റെ കുറേ ബട്ടൺസ് കാണാം. റൈറ്റിലേക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ഈ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ടോപ്പിലേക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ബോട്ടമാണ് ഇത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് അങ്ങനെയാണ് വരിക. ഇനി ഇതിൻ്റെ ഈ സെല്ലിൻ്റെ ബോർഡർ നമുക്ക് നോക്കാം. ബോർഡർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആൾ ബോർഡർ ഉണ്ട്, ഔട്ട്സൈഡ് ബോർഡർ ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് കാണാവുന്നത്. ഇനി ആൾ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ എഡ്ജിലും ബോർഡർ വരുന്ന വിധമാണ്. ഇനി നമുക്ക് ഈ ബോർഡറിൻ്റെ സ്റ്റൈല് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈൻ സ്റ്റൈൽ മാറ്റിയാൽ അതുപോലുള്ള ബോർഡർ വരും. ഇതിൽ ഏത് ഞാനിവിടെ ഡബിൾ ലൈനാണ് സെലക്ട് ചെയ്യുന്നത്. ഡബിൾ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഈ ബോർഡർ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, 2 ലൈനിൽ ഡബിൾ ലൈനിൽ ബോർഡർ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ബോർഡറിൻ്റെ കളറ് മാറ്റണമെങ്കിൽ ബോർഡറിൻ്റെ കളർ മാറ്റാൻ വേണ്ടി ഞാനിവിടെ ലൈൻ കളർ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ ലൈൻ കളർ മാറ്റി. ബോർഡർ വരയ്ക്കാം. അതിനു വേണ്ടി ഈ ബോർഡറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ലൈൻ സ്റ്റൈൽ ആദ്യം സെലക്ട് ചെയ്യാം.
അതുപോലെ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനൊരു റെഡ് കളർ സെലക്ട് ചെയ്തു, വരച്ചു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ബോർഡർ കൊടുക്കാം. ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ള ഈ ബോർഡറുകൾ ഒഴിവാക്കുന്നത് നമുക്ക് ഇറേസ് ബോർഡർ കാണാം. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെങ്കിലും ഇറേസ് ചെയ്യാം. ഇനി ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന് കാണാം. ഈ കോളം വിഡ്ത്ത് ഒന്ന് കുറച്ച് കൊണ്ടുവരികയാണ്. കോളം വിഡ്ത്ത് കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഫുൾ ടെക്സ്റ്റ് ഇവിടെ വിസിബിൾ അല്ല. അങ്ങനെ ഫുൾ ടെക്സ്റ്റ് വിസിബിൾ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ്. അതിനുവേണ്ടി നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് നമ്പർ ഫോർമാറ്റിങ്ങിലേക്ക് നോക്കാം. ഡിഫാൾട്ടായി ജനറൽ ഫോർമാറ്റിലാണ് എല്ലാ സെല്ലും ഉണ്ടാവുക. ഫോർമാറ്റ് മാറ്റുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഫോർമാറ്റ് സെല്ല് എടുക്കാം. അതിൽ നമ്പർ എന്നുള്ള ടാബിൽ ജനറൽ ഫോർമാറ്റിൽ ഇത് കാണാം. ഇതല്ലാതെ നമുക്ക് ഷോർട്ട് കട്ടായി കൺട്രോളും കീബോർഡിലെ 1 എന്ന കീയും ഒരുമിച്ച് അമർത്തി നമുക്ക് ഫോർമാറ്റ് സെല്ലിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് ജനറൽ ഫോർമാറ്റിങ്ങിൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്പറിൻ്റെ സ്റ്റൈലിലേക്ക് മാറുന്നു. അതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലിലേക്ക് മാറുന്നു. ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡേറ്റിൻ്റെ സ്റ്റൈലിലേക്ക് മാറുന്നു. അടുത്തത് നമ്പർ. ഞാൻ ഇത്രയും കോളം സെലക്ട് ചെയ്ത് കൺട്രോളും 1 എന്ന കീ ഒരുമിച്ച് പ്രസ് ചെയ്ത് നമ്പറിലേക്ക് കൊടുത്തു. നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ അവിടെ ഡെസിമൽ പ്ലേസ് കൊടുക്കാം. പിന്നെ ഇവിടെ നെഗറ്റീവ് നമ്പർ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 2 ഡെസിമൽ പ്ലേസ് വന്നു. ഇനി ഇവിടെ താഴോട്ടുള്ളത് ഞാൻ ഒന്നുകൂടി ഫോർമാറ്റ് ചെയ്യുകയാണ്. 1000 സെപ്പറേറ്റർ, അതുപോലെ നെഗറ്റീവ് നമ്പർ ഞാൻ റെഡ് കളറിൽ സെലക്ട് ചെയ്തു. 1000 അടിക്കുമ്പോൾ ഇവിടെ ഒരു 1 കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റർ കോമ കാണാം. അതുപോലെ ഇവിടെ -500 അടിച്ചു. -500 അടിക്കുമ്പോൾ മൈനസ് ഫിഗർ ഇവിടെ കാണുന്നില്ല, പകരം റെഡ് കളറിൽ 500 കാണുന്നു. പക്ഷേ ഇവിടെ ഞാൻ -500 അടിക്കുകയാണ്. ഇവിടെ -500 അടിക്കുമ്പോൾ അത് മൈനസ് ഫിഗറിൽ തന്നെ 500 കാണുന്നുണ്ട്. ഇനി അടുത്തത് കറൻസി ഫോർമാറ്റ്. അതിൻ്റെ കറൻസി ഫോർമാറ്റ് നോക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ് ഇന്ത്യ, നമ്മുടെ റുപ്പീസ് സിമ്പലാണ് കറൻസി സെലക്ട് ചെയ്തത്. അതുപോലെ നെഗറ്റീവ് കറൻസി നമുക്ക് റെഡിലേക്ക് സെലക്ട് ചെയ്യാം, നമ്പർ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ. ഇവിടെ 100 രൂപ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെസിമൽ പ്ലേസും ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിരുന്നു. സിമ്പല് റുപ്പീസ് സിമ്പൽ ഇവിടെ വന്നു. -1000 അടിച്ചപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ റെഡ് കളറിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി അടുത്തത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങും കറൻസിയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്കതിൻ്റെ ഓപ്ഷൻ ഇവിടെയും അക്കൗണ്ടിങ്ങിലും ഞാൻ റുപ്പിയാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ റുപ്പി സിമ്പല് ഒരു ലൈനിലായിരിക്കും എന്നത് മാത്രമാണ്. റുപ്പി സിമ്പല് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തിട്ടാണ് കാണുന്നത്. ഇങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ്. ഇനി അടുത്തത് ഡേറ്റ് ഫോർമാറ്റിംഗ് ആണ്. നമുക്ക് ഇതിൽ ഏത് ഫോർമാറ്റ് വേണമെങ്കിലും എടുക്കാം. ഇംഗ്ലീഷ് UK എന്നുള്ള ഫോർമാറ്റിലും പല ഫോർമാറ്റ് ഇവിടെ കാണാം. ഞാനിവിടെ ജനുവരി 2020 ജനുവരി 1 ടൈപ്പ് ചെയ്തു. നമുക്ക് ഡേറ്റും മന്തും മാത്രം മതി. ആ രീതിയിലേക്ക് ഞാൻ ഇവിടെ ഫോർമാറ്റ് ചെയ്തു. ഞാൻ വീണ്ടും 1 ജനുവരി 2020 ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ 1 ജനുവരി എന്ന് മാത്രമാണ് വരുന്നത്. ഫോർമാറ്റ് മാറ്റിയിട്ടുണ്ട്. വീണ്ടും 1 ജനുവരി 2020 ടൈപ്പ് ചെയ്തു. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ഇതേ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഡേറ്റ് ഫോർമാറ്റ്. ഇനി ടൈം ഫോർമാറ്റും ഇതുപോലെ തന്നെയാണ്. ഇതിലും കൂടുതലൊന്നും പഠിക്കാനില്ല. ഫോർമാറ്റ് സെക്ഷൻ എടുത്തിട്ട് ഏത് ഫോർമാറ്റാണോ നമുക്ക് വേണ്ടത്, ഇവിടെ AM PM എന്നുള്ള ഒരു ഫോർമാറ്റാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ടൈം ഒരു 10 മണി ഇവിടെ കൊടുക്കുകയാണ്. 10 മണി കൊടുക്കുമ്പോൾ 10 AM കാണിക്കുന്നു. ഞാനിവിടെ 20 മണി ടൈം കൊടുക്കുകയാണ്. 20 കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് 8 PM ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് ഇനി പെർസെൻറ്റേജ് ഫോർമാറ്റാണ്. ഇനി അത് വേണമെങ്കിൽ നമുക്കിവിടെ പെർസെൻറ്റേജിൻ്റെ ഡെസിമൽ പ്ലേസ് ഇവിടെ ഒഴിവാക്കാം. 50%. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ
ഇതിൻ്റെ ഡെസിമൽ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് ആ സിമ്പിൾ കൂടി വരുന്നതാണ്. 2 ഡെസിമൽ പ്ലേസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ 45 കഴിഞ്ഞിട്ട് 2 ഡെസിമൽ പ്ലേസ് വന്നു. അടുത്ത് ഫ്രാക്ഷനാണ്. ഫ്രാക്ഷനിൽ ഇവിടെ കാണാം അപ് ടു 1 ഡിജിറ്റ്. അപ്പോൾ ഞാനിവിടെ 1.1 കൊടുത്തു. ഞാൻ കൊടുത്ത 1.1ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. 1.5 അടിച്ചു. ഇവിടെ 1/2. അതുപോലെ 1.8 അടിച്ചു. ഇവിടെ 1/4/5. അങ്ങനെ നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂവിൻ്റെ ഡെസിമൽ വാല്യൂവിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഇവിടെ 15 അടിച്ചു. അപ്പോൾ 15ന് വേറെ ഫ്രാക്ഷനൊന്നും വരുന്നില്ല. ഇനി ബാക്കിയുള്ളത് ഞാൻ ഫ്രാക്ഷൻ്റെ സ്റ്റൈലൊന്ന് മാറ്റുകയാണ്. 1.25, അതായത് 1ൻ്റെ 4/1 ഭാഗമാണ് 0.25. അപ്പോൾ അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ 1/4 എന്ന് വരുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം 1.25 ആയാൽ മാത്രമേ 1/4 വരുള്ളൂ. ഞാൻ ഇവിടെ 1.1 കൊടുത്തു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡെസിമൽ ബാക്കിയുള്ള 0.1 ഭാഗം അവിടെ ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ ഇനി 1.2 കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം റൗണ്ട് ചെയ്യുമ്പോൾ 1.14 മാറുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫ്രാക്ഷൻ വരുന്നത് എങ്ങനെ വേണമെന്ന് ഇതുപോലെ ഫോർമാറ്റിലൂടെ സെറ്റ് ചെയ്യാം. സയൻറ്റിഫിക്കിൽ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസ് വേണം എന്നതാണ്. ഇവിടെ 2 സെലക്ട് ചെയ്ത് നമുക്കിവിടെ 100 ടൈപ്പ് ചെയ്യാം. 100 ടൈപ്പ് ചെയ്യുമ്പം അതിൽ 1 കഴിഞ്ഞിട്ട് പിന്നെ 2 0 കാണാം, ഡെസിമൽ പ്ലേസ് കാണാം. എന്നിട്ട് ഒരു +2. ഈ 2ൻ്റെ അർത്ഥം 2 സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. അതായത് 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ പ്ലേസിനെ 100 കൊണ്ട് ഗുണിച്ചാൽ ഈ വാല്യൂ കിട്ടും. എല്ലാം ഒരേ ഫോർമാറ്റ് ആയിരിക്കും. ഈ സയൻറ്റിഫിക് ഫോർമാറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ഒരേപോലെ ആയിരിക്കും. അതാണ് സയൻറ്റിഫിക് ഫോർമാറ്റ്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റ് നമുക്കറിയാം. ജനറൽ ഫോർമാറ്റിൽ നമ്മളൊരു 12 അക്ക നമ്പർ എഴുതുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് സയൻറ്റിഫിക് ഫോർമാറ്റിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ അങ്ങനെ മാറി വരാതിരിക്കണമെങ്കിൽ നമ്മളിത് ഫോർമാറ്റിങ് മാറ്റണം. ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ 12 അക്കങ്ങൾ ഇതുപോലെ നേരത്തെ കാണിച്ചതുപോലെ ടൈപ്പ് ചെയ്തു. അപ്പോൾ അത്രയും ഇത് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിൻ്റെ ഒരു ഗുണം. ഇനി നമുക്ക് ജനറൽ ഫോർമാറ്റിൽ ഇതുപോലെ 12 അക്കങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം ഒരു സിംഗിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി എന്നും പറയും. അത് ആദ്യം ടൈപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് 12 അക്കങ്ങളോ അതിൽ എത്ര കൂടുതൽ അക്കങ്ങളോ ടൈപ്പ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറും. അതുപോലെ നമുക്കറിയാം ഈ ജനറൽ ഫോർമാറ്റിൽ നമ്മൾ 0 ടൈപ്പ് ചെയ്ത് ആദ്യത്തെ 0ൻ്റെ വാല്യൂ ഉണ്ടാവില്ല, അത് അവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. അതേ സമയത്ത് നമുക്ക് ഞാനൊരു സിംഗിൾ കോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിട്ടാണ് മാറുക. അതുകൊണ്ട് ആ എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അലൈൻമെൻറ്റ് കണ്ട ബൈ ഡിഫാൾട്ടായിട്ട് ലെഫ്റ്റിലേക്കാണ് അലൈൻ ചെയ്തത്. നേരത്തെ നമ്മൾ ജനറൽ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത നമ്പർ റൈറ്റിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് കസ്റ്റം ഫോർമാറ്റിംഗ് ആണ്. ഏറ്റവും രസകരമായ ഫോർമാറ്റിംഗ് ആണ് കസ്റ്റം ഫോർമാറ്റിംഗ്. പക്ഷേ പലരും ഇത് അറിയില്ല, പലരും ചെയ്യാറുമില്ല. നമുക്ക് നോക്കാം കസ്റ്റം ഫോർമാറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമാറ്റിംഗ് ഓപ്ഷൻ എടുത്തു. ഇവിടെ കസ്റ്റം സെലക്ട് ചെയ്തു. കസ്റ്റം ഫോർമാറ്റിങ്ങിൽ നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ഹാഷ് എന്ന സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് അതിൽ ഡെസിമൽ വേണമെങ്കിൽ ഞാനൊരു ഡോട്ട് ഇട്ട് അപ്പോൾ അവിടെ ഇനി എത്ര സ്ഥാനം വേണം അവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഹാഷ് തന്നെ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ 0 ആണ് കൊടുക്കുന്നത്. 2 0 കൊടുത്തത്, അതായത് 2 ഡെസിമൽ പ്ലേസ് എനിക്ക് വേണം. അപ്പോൾ ഇവിടെ ഹാഷ് എന്ന സിമ്പലിന് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്, അത് ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ 0 എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻറ്റ് 0 ആണ്. അതായത് നമുക്ക് 2 ഡെസിമൽ പ്ലേസ് ഇല്ലെങ്കിൽ പകരം അവിടെ 0 വെച്ച് അത് ഫില്ല് ചെയ്യും. ഉണ്ടെങ്കിൽ ആ സ്ഥാനം അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ നോക്കുക, നമുക്ക് അങ്ങനെ ഫോർമാറ്റ് ചെയ്തു. 1 അടിച്ചു കഴിഞ്ഞാൽ 1.00 എന്ന് വരും. ഇനി 1.01 അടിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഇനി 1.001 ആണെങ്കിൽ അതും 1.00 എന്ന ഫോർമാറ്റിലേക്ക് വരും. കസ്റ്റം ഫോർമാറ്റിൽ ഇവിടെ സെലക്ട് ചെയ്തു.
ഈ നമ്പറിന് മുമ്പായിട്ട് എനിക്കൊരു കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. അതിൽ റെഡ് എന്ന് കളർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു. വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് എടുത്ത് ക്ലോസ് ചെയ്തു. 15 ടൈപ്പ് ചെയ്തു. ഇവിടെ 15 എന്നുള്ളത് റെഡിൽ വന്നു. അപ്പോൾ നമ്മൾ കളറൊന്നും മാറ്റാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെഡിലേക്ക് വന്നു. ഇവിടെ നമ്മൾ കളറൊന്നും മാറ്റുന്നില്ല. ഇവിടെ കളർ മാറ്റിയിട്ടും അത് മാറുന്നില്ല. ഈ കസ്റ്റം ഫോർമാറ്റിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനിവിടെ ജനറൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആദ്യം കളർ ബ്ലാക്ക് ചെയ്ത് അതിൽ നമ്പർ സെലക്ട് ചെയ്തു. ഇനി നമ്പറിന് ശേഷം ഞാനൊരു കോമ എന്ന് പറയുന്നത് 1000 സെപ്പറേറ്ററാണ്. കോമ ഇട്ടതിന് ശേഷം വീണ്ടും 3 ഹാഷ് ഇട്ടു, പോയിൻ്റ് ഇട്ടു, ആൻഡ് ഡെസിമൽ പ്ലേസ്. ഇനി അടുത്തത് ഒരു സെമി കോളം എന്ന് പറഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെമി കോളം എന്ന് പറയുന്നത്, അടുത്ത സെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു കളർ മാറ്റുകയാണ്. ബ്ലൂ കളർ കൊടുത്തു. എന്നിട്ട് @ എന്ന സിമ്പലും ഞാൻ കൊടുത്തു. ഈ @ എന്ന സിമ്പൽ ടെക്സ്റ്റിന് ഉള്ളൊരു പ്ലേസ് ഓർഡറാണ്. ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, നമ്പർ ടൈപ്പ് ചെയ്യും, അത് ബ്ലാക്കിൽ വരുന്നു. അതുപോലെ ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ബ്ലൂവിൽ വരുന്നു. അങ്ങനെ നമുക്ക് നമ്പറിനും അതുപോലെ ടെക്സ്റ്റിനും പ്രത്യേകമായിട്ട് ഫോർമാറ്റ് ചെയ്യാം. നമ്പർ അടിക്കുമ്പോൾ ഇനി വേറൊരു ഫോർമാറ്റിംഗ് കൂടെ ഞാൻ നോക്കുകയാണ്. ഒരു ID കാർഡ് നമ്പർ. അപ്പോൾ ID നമ്പർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെയും പിന്നെ നമ്പർ വേരിയൻ്റ് ആയിട്ടുള്ള നമ്പറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഉദാഹരണമായിട്ട് GPF നമ്പർ ആണെങ്കിൽ ഞാനിവിടെ GPF ഐഫോൺ എന്ന് പറഞ്ഞ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ച് ഞാനൊരു നമ്പർ, അപ്പോൾ ഇതൊരു ID നമ്പർ ആയതുകൊണ്ട് തന്നെ അതിന് ഡെസിമൽ പ്ലേസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ ഫോർമാറ്റ് ചെയ്തു. ഇനി നോക്കാം, ഞാൻ ഇവിടെ 56 ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്ത് GPG എന്നാണ്. അപ്പോൾ GPG 56 എന്ന് വരുന്നു. അതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അതിന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പറിനോട് കൂടിയിട്ട് നമ്മൾ അവിടെ കസ്റ്റം ഫോർമാറ്റിൽ കൊടുത്ത ആ ടെക്സ്റ്റ് കൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതൊരു വളരെ ഉപകാരമാണ്. ഒരു ID നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇനി അടുത്തൊരു ഫോർമാറ്റ് കൂടി നോക്കാം. ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ അസ്റ്ററിക്സ് ബ്ലാങ്ക് സ്പേസ് ഒക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിന് ശേഷം ഈക്വൽ സൈൻ കൊടുക്കുന്നു. തുടർന്ന് ഒരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ റുപ്പീസ് കൊടുക്കുന്നു. തുടർന്ന് ഹാഷ് കൊടുക്കുന്നു. 1000 സെപ്പറേറ്റർ കൊടുത്ത് 2 ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇനി ഇവിടെ നോക്കാം, ഞാൻ ഇതിൻ്റെ കോളം എടുത്ത് കുറച്ച് കൂട്ടുകയാണ്. ഇവിടെ ഞാൻ 100 ടൈപ്പ് ചെയ്യുന്നു. എങ്ങനെ ടൈപ്പ് ചെയ്താലും ബാക്കിയുള്ള ഭാഗത്ത് ആ ഒരു ഈക്വൽ സൈന് ഫില്ല് ചെയ്യുന്നത് കാണാം. ഇനി ഇതുപോലെ നമുക്ക് പലതരത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കസ്റ്റം ഫോർമാറ്റിങ്ങിലുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.